ഔലിയാക്കൾ മഹാന്മാരാണ്, അമ്പിയാക്കൾ മഹാന്മാരാണ്, ഒക്കെ നമ്മൾ അംഗീകരിച്ചിരിക്കുന്നു അല്ലേ അല്ലേ. എന്നാൽ ഏതെങ്കിലും ഒരു മഹാന്റെ ദർഗയിൽ ഖബർ സിയാറത്ത് സുന്നത്താണെന്ന് വിശ്വസിക്കുന്നവരാ നമ്മൾ അല്ലേ. ഖബർ ആരാധനയോ ശുദ്ധമായ വിഗ്രഹാരാധനയാണെന്നാണ് ഇസ്ലാം പറയും. ആര്? പ്രവാചക തിരുമേനി പഠിപ്പിച്ചിട്ടുള്ളത്. എന്റെ വകയായി ക്ലിപ്പിംഗ് ഇടാറുണ്ട് മുസ്ലിയാക്കന്മാര്. ഖബർ ആരാധന മമ്പറും അത് വിഗ്രഹമാകുന്നു എന്ന് ഞാൻ പറയും. ഇപ്പോഴും പറയുന്നു ഖബറുകളൊക്കെ വിഗ്രഹമാണ്. എന്ത് സംശയങ്ങൾക്ക്? അല്ലല്ലാത്തോൽ ആരാധിക്കുന്ന ഖബറുകളൊക്കെ വിഗ്രഹമാകുന്നു. ഞാൻ പറഞ്ഞല്ല, അല്ലാഹുമ്മ ലാ തജിൽ ഖബരി വസനൻ യുഅബദ്. റസൂൽ പറഞ്ഞതാ, അല്ലാഹുവേ എന്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന ബിംബാക്കരുത്. ഖബറിനോട് ദ്വേരുന്ന ഖബർ ബിംബ, ഖബറിനോട് ദ്വേരുന്ന ഖബർ ബിംബമാണ്. ഇത് റസൂലുള്ളാഹിയാ പറയുന്നത്. അല്ലാഹുമ്മ ലാ തജിൽ ഖബരി വസനൻ യുഅബദ്. നാഥാ എന്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന ബിംബമാക്കരുത്. അപ്പൊ ഖബർ ആരാധിക്കപ്പെട്ടാൽ ഖബർ ബിംബമാകുമെന്നത് മുജാഹിദ് ബാലുശ്ശേരിയുടെ ക്ലിപ്പിംഗ് ഇടേണ്ടതല്ല, റസൂലുള്ളാഹിന്റെ ഹദീസാകുന്ന ക്ലിപ്പിംഗ്. അതാണ് സമസ്തക്കാരുടെ. അല്ലാതെ എന്റെ നേരെ കുതിര കയറിയില്ല. ഞാൻ ഇസ്ലാം അല്ലാത്ത ഒന്നും ഈ വിഷയത്തിൽ പറഞ്ഞിട്ടില്ല. ഇനി ഇസ്ലാമിൽ ഉള്ളത് അപ്പടി പറഞ്ഞാളുന്നു എന്നുള്ളതാണ് അത്രേ എന്റെ കുഴപ്പം. അത് അതേപടി മയപ്പെടുത്താതെ പറയുന്നു എന്നുള്ളതാണ് പരാതി. വേറെ പരാതി ഒന്നും ആർക്കും ഇല്ല. ഞാൻ ഇസ്ലാം അല്ലാത്ത പറഞ്ഞു എന്ന് പരാതി ഇതുവരെ കേട്ടിട്ടില്ല. ഇസ്ലാം നിങ്ങൾ എന്തിനാ ഇങ്ങനെ തുറന്നു പറയുന്നത്? നിങ്ങളെ കൊണ്ടൊരു ഇടങ്ങേറ് എന്ന്. എന്തിനാ ഇടങ്ങേറാവുന്നത്? അല്ലാഹുമ്മ ലാ തജിൽ ഖബരി വസനൻ യുഅബദ് എന്ന് റസൂലുള്ളാഹി പറഞ്ഞതാ. ഖബർ ആരാധിക്കപ്പെടുന്ന ബിംബാവും. അതുകൊണ്ട് തന്നെ ഏതൊരു ഖബർ ആരാധിക്കപ്പെട്ടാലും അത് ബിംബാരാധനയാകുന്നു എന്നാണ് ഇസ്ലാം പറയും. ഇതിൽ നിന്ന് ഈ സമുദായത്തെ വിലക്കി, ഈ സമുദായത്തോട് പറഞ്ഞു പാടില്ല. ഇനി കേട്ടോളൂ. ഏതെങ്കിലും ഒരു പ്രവാചകൻ സമസ്ത ഉസ്താദുമാരെ മാതിരി പ്രസംഗിച്ച നിങ്ങൾ ആരും കേട്ടിട്ടുണ്ടോ? എങ്ങനെ പ്രസംഗിച്ചത് കേട്ടോളൂ. ഞങ്ങൾ അമ്പിയാക്കൾ, ഞങ്ങൾക്ക് അല്ലാഹു മുഅ്ജിസത്ത് നൽകി. ആ മുഅ്ജിസത്തിൽ നിന്ന് നിങ്ങൾക്ക് ഞങ്ങളുടെ അഭാവത്തിലോ ഞങ്ങളുടെ മരണശേഷമോ നിങ്ങൾക്ക് തേടാം. പക്ഷെ ഞങ്ങൾക്ക് സ്വയം പര്യാപ്തതയുണ്ട് എന്ന് നിങ്ങൾ കരുതാതിരുന്നാൽ മതി എന്നേതെങ്കിലും ഒരു നബി പ്രസംഗിച്ചിട്ടുണ്ടോ? സമസ്തക്കാരെ പോലെ. ഞാൻ പറഞ്ഞു മനസ്സിലായില്ല, ക്ലിയർ ചെയ്യാം. മുസ്ലിയാക്കന്മാര് പറയുന്നത് എന്താ? അമ്പിയാക്കൾക്ക് അല്ലാഹു മുഅ്ജിസത്ത് കൊടുത്തിട്ടുണ്ട്, ആ കൊടുത്ത കഴിവിൽ നിന്ന് തേടാം, അതിന് കുഴപ്പമില്ല. ആ വാചകത്തിന്റെ ഒരു അറബി ഉണ്ടാവില്ല. അതേതാ? ആ ആയത്ത് ഏതാ? ആ ഹദീസ് ഏതാ? അമ്പിയാക്കൾക്ക് മുഅ്ജിസത്തുണ്ട്, അതുകൊണ്ട് അള്ളാഹിനോട് തേടുന്ന പോലെ അമ്പിയാക്കളോട് തേടിക്കോളൂ എന്ന് ഏതായത്തിലാണുള്ളത്? ഏത് ഹദീസിലാണുള്ളത്? ഏത് സഹാബി അങ്ങനെ മനസ്സിലാക്കിയത്? അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു സഹാബി റസൂലുള്ളാഹി കൊടുത്ത മുഅ്ജിസത്ത് കൊണ്ട് ഞാൻ തേടുന്നു എന്ന് പറഞ്ഞ ഒരു ഉദ്ധരണി ഹദീസിൽ എവിടെ? നിങ്ങൾക്ക് എവിടെയും കാണി. നിങ്ങളുടെ വാദങ്ങളൊക്കെ നിങ്ങളുടേത് മാത്രമാണ്, ഇസ്ലാമിൻ്റെതല്ല. അതുകൊണ്ട് നിങ്ങൾ ഇസ്ലാം സമസ്താലയം എന്ന് പറഞ്ഞോളൂ, മർക്കസ് നിങ്ങൾ പറഞ്ഞോളൂ, സഖാഫത്ത് സുന്നിയ എന്ന് മാത്രം നിങ്ങൾ പറയാതിരുന്നാൽ, സംസ്കാരത്തിന്റെ കേന്ദ്രം, സുന്നത്തിന്റെ കേന്ദ്രം അങ്ങനെ നിങ്ങൾ പറയരുത്. ഞങ്ങൾ അതിൽ വിരോധമില്ല. സമസ്താലയം നിങ്ങൾ പറഞ്ഞോളൂ, ഇസ്ലാമുമായി അതിനെ കൂട്ടി യോജിപ്പിക്കരുത്. ഇസ്ലാം എവിടെ? നിങ്ങളുടെ അവസ്ഥ ഇപ്പൊ എന്താണെന്നറിയോ? സ്വർണത്തിന്റെ കടലാസിൽ സ്വർണം പൊതിച്ചു കൊടുത്ത് എന്നിട്ട് അതൊരു കപ്പിലാക്കി കൊടുക്കുകയും ചെയ്തു. നിങ്ങൾ സ്വർണം താഴെ ഇട്ടു, എന്നിട്ട് ആ കപ്പും സ്വർണത്തിന്റെ ആ കവറും ഇങ്ങനെ പൂജിച്ച് നടക്കുക. ആദർശം വിട്ടുപോയി, എവിടെ വീണുപോയി? ചോർന്നു പോയി, സ്വർണം പോയ പോലെ. ആശയമില്ല, ഇസ്ലാമില്ല. ഇസ്ലാമിലെ വിശ്വാസങ്ങളോ കർമ്മങ്ങളോ ആചാരങ്ങളോ രീതികളോ എവിടെയാണുള്ളത്? ഇനി നിങ്ങൾ ആലോചിച്ച് നോക്ക്. അമ്പിയാക്കളോട് സ്നേഹാണ്, ഔലിയാക്കളോട് സ്നേഹാണ്, അങ്ങനെയാണല്ലോ പറയലേ? അങ്ങനെയാണല്ലോ വകുപ്പ്. ശരിക്ക് യോഗ്യത അനുസരിച്ചാണല്ലോ ഓരോരുത്തർക്കും മേന്മ ഉണ്ടാവുക. അള്ളാന്റെ റസൂലിനുള്ള സ്ഥാനം ഇബ്രാഹിം അലൈഹിസ്സലാമിനില്ല, ഇബ്രാഹിം നബിക്കുള്ള സ്ഥാനം നൂഹ് അലൈഹിസ്സലാമിനില്ല. അങ്ങനെ ഓരോന്നും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനുള്ള സ്ഥാനം അലി ഇബ്നു അബീ ത്വാലിബിനില്ല, അലി ഇബ്നു അബീ ത്വാലിബിനുള്ള സ്ഥാനം ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിക്കില്ല, ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിക്കുള്ള സ്ഥാനം അതിനുശേഷമുള്ള ആളുകൾ അല്ലേ? ഇങ്ങനെ എന്നാലേ നിങ്ങൾ ആലോചിച്ച് നോക്ക്. സമസ്തക്കാകെ പരിചയമുള്ള ആളുകൾ ആരാ? ഒന്ന് മൊയ്തീൻ ശൈഖ്. ഇസ്ലാമിൽ മൊയ്തീൻ ശൈഖേ ഉള്ളൂ. ഇനി ഞാൻ പറയുന്നത് ശരിക്കും ചിന്തിച്ചോളൂ. നിങ്ങൾക്ക് അള്ളാഹിനേക്കാളും റസൂലിനേക്കാളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനേക്കാളും ഇബ്രാഹിം നബിയെക്കാളും ഇസ്മായിൽ നബിയെക്കാളും മൂസാ നബിയെക്കാളും ഈസാ നബിയെക്കാളും മുഹമ്മദ് നബിയെക്കാളും മൊയ്തീൻ ശൈഖ് ഒന്നുകൊണ്ട് ഒന്നാം സ്ഥാനത്തായി. അത് നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കും എല്ലാവർക്കും.
നിങ്ങള് പഴമക്കാരായ നമ്മുടെ ഉമ്മമാര്, നമ്മുടെ ഇത്താത്തമാർ, ഇവിടെ ഇരിക്കുന്നവരുടെയും അവർക്ക് ഖുർആനേക്കാൾ കൂടുതൽ അറിയാം മൊയ്തീമാലയാ. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു ലോകത്ത്? ഹിജ്റ 1000 റസൂലുള്ളാഹി വഫാത്തായിട്ട് 990 കൊല്ലം കഴിഞ്ഞിട്ട് ജനിച്ച് അല്ലെങ്കിൽ എഴുതിയിട്ടുള്ള മൊയ്തീമാലയും മൊയ്തീൻ ശൈഖും എന്തുകൊണ്ട് ലോകത്തെ മുസ്ലിമീങ്ങൾക്ക് അള്ളാഹിനേക്കാളും പ്രവാചകന്മാരെക്കാളും മഹാന്മാരായി? മുസ്ലിങ്ങളിലെ നല്ലൊരു ശതമാനാണ് മൊയ്തീൻ ശൈഖിനെ കാക്കണേ, ഇബ്രാഹിം നബിയെ രക്ഷിക്കണേ എന്നറിയുന്ന എത്ര മുസ്ലിങ്ങളുണ്ട്? എന്താ ഇബ്രാഹിം നബി പോരാഞ്ഞിട്ടാ? തീക്കുണ്ടാരത്തിലേക്ക് വരെ എറിയപ്പെട്ടിട്ട് പുഷ്പം പോലെ എണീറ്റ് പോന്ന ഇബ്രാഹിം നബി ഞങ്ങൾ എന്താ വിളിക്കാത്ത? ഇബ്രാഹിം നബിക്ക് യോഗ്യത ഒന്നുമില്ല, മൊയ്തീൻ ശൈഖിന്റെ യോഗ്യത ഒന്നും ഇബ്രാഹിം നബിക്കില്ല. അതുകൊണ്ടാ ജൂതൻ എത്ര സമർത്ഥമായിട്ടാണ് നിങ്ങളുടെ കാര്യത്തിൽ ജയിച്ചത് അല്ലേ? നേരെ മറിച്ച് നമ്മളെക്കാൾ ഒരു പടി മുന്നിൽ ക്രിസ്ത്യാനികള്. എന്താ ഏറ്റവും ചുരുങ്ങിയ ക്രിസ്ത്യാനികൾക്ക് എന്ത് പറയാ? പടച്ചോനെ ഈസാ നബിനെയാ ഞങ്ങൾ വിളിച്ച് പ്രാർത്ഥിച്ച്, മറിയം ബീവിനെയാ ഞങ്ങൾ വിളിച്ച് പ്രാർത്ഥിച്ച്. നിന്റെ ഭൂമിയിൽ സമസ്താന്ന് പറഞ്ഞിട്ടൊരു സാധനങ്ങളില്ലേ എന്നെ റബ്ബേ? അവരാരെയാ വിളിച്ചു പ്രാർത്ഥിച്ച്? നാദാ, മറിയം ബീവിനെ പറ്റി നീ പറഞ്ഞിട്ടില്ലേ? ലോകെ ഒരു ക്രിസ്ത്യാനിക്ക് പടച്ചോനോട് ചോദിക്കുക, പടച്ചോനെ ഞങ്ങൾ മറിയം ബീവിനെ വിളിച്ചു പ്രാർത്ഥിച്ചു, പടച്ചോനെ നിങ്ങൾ വിശ്വസിച്ചിട്ടില്ല, നിന്റെ പടപ്പാ നിലനിൽക്കുന്ന ഞങ്ങൾ ദ്വേരുന്നത്. എന്നിട്ടോ നിന്റെ ഖുർആനിൽ 34 സ്ഥലത്ത് മറിയം ബീവിയുടെ പേര് പറഞ്ഞു അല്ലേ? മറിയം ബീവിയുടെ പേര് ഖുർആനിൽ 34 സ്ഥലത്ത്. ഖുർആനിൽ ഒരു അധ്യായം തന്നെ സൂറത്ത് മറിയം അല്ലേ? ഇന്നല്ലാഹ ഇസ്തഫാകി വത്വഹറകി വസ്തഫാകി അലാ നിസാഇൽ ആലമീൻ. ലോക സ്ത്രീകളിൽ ഏറ്റവും സമുന്നതമായ സ്ഥാനം അതായിരിക്കാ മറിയം ബീവിക്കുണ്ട്. അല്ലാഹ് പറയാ 3-ാം അധ്യായം 42-ാമത്തെ ഒരു അധ്യായത്തിന്റെ പേരാണ് സൂറത്ത് മറിയം, 19-ാമത്തെ അധ്യായം. ഇങ്ങനെയൊക്കെ പോരിശയാക്കപ്പെട്ട മറിയം ബീവിയെ രക്ഷിക്കണേ എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യാനി, എന്നാലോ ആ ക്രിസ്ത്യാനിന്റെ തൊട്ടിപ്പുറത്ത് നിൽക്കുന്ന ഒരു ബഷീർ മനുബത്ത് ബീവിയെ കാക്കണേ, അങ്ങനെ മനുബത്ത് ബീവിയെ കാക്കണേ. അപ്പൊ ജോർജ് ചോദിച്ച് ഞാൻ വിളിച്ചു പ്രാർത്ഥിച്ച് മറിയം ബീവിയെ രക്ഷിക്കണേ എന്നാണ്. അല്ല പ്രശംസിച്ച, അല്ല ഖുർആനിൽ 34 വട്ടം പറഞ്ഞ, ഹദീസുകളിൽ വന്ന അധ്യായം 19 ഉള്ള ഒരു അധ്യായം തന്നെ മറിയമിന്റെ പേരിൽ ഒരേ ഒരു വനിതയുടെ പേരാ ഖുർആൻ പറഞ്ഞത്. അവര് സ്വർഗത്തിലാന്ന് ഉറപ്പാണ്. സ്ത്രീത്വത്തിന്റെ മകുടോദാഹരണങ്ങളിൽ 3 ആളുകളിൽ ഒരാളാണ്. അങ്ങനെയുള്ള മറിയം ബീവിയെ വിളിച്ചാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്റെ പ്രാർത്ഥനക്കൊരു എന്തുണ്ട്? യോഗ്യതയും അംഗീകാരമുണ്ട്. നീ ഇപ്പം വിളിച്ച് പ്രാർത്ഥിച്ച ആരെ ഒന്നുകൂടെ പറഞ്ഞേ? മുനമ്പത്ത് ബീവി. പിന്നെ ആരെ വിളിച്ചു പ്രാർത്ഥിച്ചേ? പിന്നെ ഭീമാ ഉമ്മിച്ച. ഇവരെ പറ്റി ഖുർആനിലുണ്ടോ? ഇല്ല. ഹദീസിലുണ്ടോ? ഇല്ല. ചരിത്രത്തിൽ എവിടെയെങ്കിലും കൃത്യമായിട്ടുണ്ടോ? ഇല്ല. അപ്പൊ നീ ആണോ വലല്ലാലി എന്ന് പറയാൻ? നിനക്കെതിരാണോ ഞാൻ ദ്വേരക്കുണ്ട്? അല്ല എനിക്കെതിരെ നീയാണോ? എന്തൊരു പുതുമ! ചെങ്ങൈമാരെ, ഹൃദയം കൊടുത്താലോചിക്ക്. അല്ല തന്ന ഹൃദയത്തിന് പൂട്ടിടാതെ അവരുടെ ഹൃദയത്തെ അവര് പൂട്ടിട്ട് വെച്ചിരിക്കുകയാണോ? എന്താ ഹൃദയം തുറക്കാത്ത? തുറന്നു നോക്ക്, ഹൃദയം തുറന്ന് ചിന്തിക്ക്. അല്ലേ? നമ്മൾ പറയുന്നത് എന്താ? ഊരും പേരറിയില്ല, മശുകൂറും കുറവല്ല, ബഹുമാനർ പീറന്നുള്ള നാട് അത്, വെളിയങ്കോട് ഉമ്മർക്കാലി കുഞ്ഞിമരക്കാർ ഷഹീദോരും ബഹുമാനരൊക്കെ പെറ്റ നാട്. അല്ലേ? അതേ നമുക്ക് പറയാനുള്ളത്. പക്ഷേ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ഈസാ നബിയെ രക്ഷിക്കണമെന്ന് അവർ പറയുന്നത് ഒരു നബിയാണെന്ന് വിചാരിക്കുക. നിങ്ങളെ ചില ദർഗയിൽ നബിയും ഇല്ല, ഔലിയാക്കളും ഇല്ല, മനുഷ്യന്മാരും ഇല്ല, ജന്തുക്കളും ഇല്ല, ഒന്നുമില്ല. വെറുതെ കെട്ടി വരുത്തിയ ഒരു മൺകൂന. അതാ നിങ്ങൾ ഔലിയാക്കള്. യോഗ്യത കൊണ്ട് പടച്ചോനാരെ അങ്ങനെ ഇല്ലാത്ത കാര്യത്തിന് സൃഷ്ടിക്കൂലല്ലോ. അപ്പൊ വിളിച്ച് പ്രാർത്ഥിക്കാമായിരുന്നെങ്കിൽ മറിയം ബീവിനെ അല്ലേ? അങ്ങനെ വിളിച്ച് പ്രാർത്ഥിച്ചവരെ പറ്റി അല്ല പറയുന്നെന്താ? വലല്ലാലീൻ, ഒരു പേഴ്ചവരാ. ഏത് 34 സ്ഥലത്ത് അല്ല പേരെടുത്തു പറഞ്ഞ ഒരധ്യായം സൂറത്ത് മറിയം നല്ല പഠിപ്പിച്ച, ഹദീസുകളിൽ വാനോളം വാഴ്ത്തിയ മറിയം ബീവിയെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ തന്നെ ആരായി? ദലാലത്തിലായി. പിന്നല്ലേ ഖുർആനിലും സുന്നത്തിലും ഹദീസിലും പേരില്ലാത്ത ഏതോ ഒരു പെണ്ണ്. എന്തായിരുന്നവരുടെ സ്വഭാവം? എന്തായിരുന്നു അവരുടെ പ്രകൃതം? ആരാ അവര്? ഹിന്ദുവാണോ, മുസ്ലിമാണോ, അല്ല നല്ല നടപ്പുകാരിയാണോ, ദുർനടപ്പുകാരിയാണോ? ഒന്നും അറിയില്ല. ചീഞ്ഞളിഞ്ഞ ഒരു മയ്യത്ത്. മയ്യത്തിന് ആരാധിക്കേണ്ട ഒരു ഗതികേടുള്ള ഒരു സൊസൈറ്റി. പിന്നെ എങ്ങനെ നന്നാവുങ്ങള്? ഭീമാപള്ളിയില് കലാപുണ്ടായി. ഭീമാപള്ളി അവസ്ഥ അറിയോ നിങ്ങൾക്ക്? ഞാനവിടെ 2.5 കൊല്ലമായിപ്പോ. എന്താ അവിടുത്തെ സ്ഥിതി? ഒരു നല്ല മനുഷ്യനെ തിരിട്ട് തെരഞ്ഞാ ഭീമാപള്ളി കാണൂല. ഒരു നല്ല മുസ്ലിമിനെ, കള്ളു കുടിക്കാത്ത ഒരു മനുഷ്യനെ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയില്ല.
പെണ്ണ് പിടിക്കാത്ത ഒരു മനുഷ്യനെ അവിടെ കാണാൻ കഴിയില്ല. കേരളത്തിലെ ഏറ്റവും വലിയ സെക്സ് കേസറ്റ് വെക്കുന്ന എവിടെ അറിയോ? ഭീമാപള്ളിയിലാ. ഞാൻ വെറുതെ പറയല്ല, പോലീസ് ഡിപ്പാർട്ട്മെന്റ് ചോദിക്ക്, ഏറ്റവും വലിയ വൃത്തികെട്ട ബ്ലൂ ഫിലിം അത് ലോകത്ത് തന്നെ വേണമെങ്കിൽ ഭീമാപള്ളിയിലേക്ക് പരിശോധിച്ചു നോക്കുകയാണ്. അവിടെ നടക്കാത്ത അരാജകത്വങ്ങളുണ്ടോ? അവിടെ നടക്കാത്ത വൃത്തികേടുകളുണ്ടോ? പോലീസുകാർ വരെ അവിടെ എന്ത് പ്രശ്നമുണ്ടെങ്കിലും അങ്ങോട്ട് കയറില്ല. എന്താ പ്രശ്നം ഞങ്ങൾ വിചാരിച്ച്? ഗല്ലികളായ റോഡുകളിൽ വാടക ഗുണ്ടകളും ചട്ടമ്പികളും പിച്ചാത്തിയേന്തിയവരും ആയുധമേന്തിയവരും അല്ലാതെ നാട്ടിലില്ല. 2 സഞ്ചി നിറയെ ബോംബ് ആയിട്ടാണ് ഈ കഴിഞ്ഞ ദിവസം കലാപുണ്ടായപ്പോൾ അവിടുത്തെ മുസ്ലിങ്ങൾ പുറത്തിറങ്ങി. ഈ സത്യം പറഞ്ഞാൽ ഞാൻ ഒരു മുസ്ലിം വിരോധിയാന്ന് തോന്നും. ആലോചിക്കുക നിങ്ങൾക്ക്, എന്താണ് ആ സമൂഹം? ഇനി നിങ്ങൾക്ക് ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. അത് ഭീമാപള്ളിയാകാം, മൊനമ്പം പള്ളി, എവിടെ കബറിന്റെ കടലിന്റെ അടുത്ത് ദർഗണ്ടോ, എവിടെ ദർഗണ്ടോ ആ സമൂഹത്തിന് സംസ്കാരം ഉണ്ടാവും. എവിടെ ദർഗണ്ടോ ആ സമൂഹം സംസ്കാരമില്ലാത്തവരാണ്. ഞാൻ ഉറക്കെ വിളിച്ചു പറയും, 1000 കുതിരശക്തിയോടെ. എവിടെ അല്ലാത്ത പിശാചുക്കൾ ആരാധിക്കുന്ന ദർഗയുണ്ടോ ആ ദർഗയുടെ ചുറ്റുവട്ടത്തിൽ ജീവിക്കുന്ന സമൂഹം ലോകത്തിലെ ഏറ്റവും സംസ്കാരം കുറഞ്ഞവരായിരിക്കും. നിങ്ങൾക്ക് പരിശോധിക്കാം. ഉള്ളാളം, ഭീമാപള്ളി, അജ്മീർ, നാഗൂർ, മയക്കുമരുന്ന്, കഞ്ചാവ്, കള്ള്, പെണ്ണ് 250 ഹറാമും ഒന്നിച്ചു കിട്ടുന്ന സ്ഥലം. വേശ്യാലയത്തിൽ ചെന്നാ പെണ്ണിനെ കിട്ടും, കള്ള് ഷാപ്പ് തന്നെ കള്ള് കിട്ടും, ദർഗയെ ചെന്നാ ശിർക്ക്, ഖുറാഫാത്ത്, ബിദ്അത്ത്, ഹറാമ്, കള്ള്, പെണ്ണ് എല്ലാം ഒന്നിച്ച് 250 ഹറാമും. അത് നിങ്ങൾ പരിശോധിച്ചോളൂ. പോലീസ് ഡിപ്പാർട്ട്മെന്റ് അങ്ങോട്ട് തിരിഞ്ഞു നോക്കാറില്ല, പേടിച്ചിട്ടാ. ജീവനിലേക്ക് ഒരു പോലീസ് എന്ന് പറഞ്ഞാൽ ആകാശത്ത് നിന്ന് ഇറങ്ങിയ വല്ല മലക്കൊന്നുമല്ലല്ലോ. നമ്മളെ പോലുള്ള മനുഷ്യന്മാർ യൂണിഫോം ഇട്ടാ ഒരുക്കുണ്ട് അച്ഛൻ, അമ്മ, മക്കള്, ബാപ്പ, ഉമ്മ, കുട്ടികള്, ഭാര്യ. അതുകൊണ്ട് പിച്ചാത്തി പേടിച്ചിട്ട് പോവില്ല. പ്രത്യേകിച്ച് പോട്ട ധ്യാന കേന്ദ്രങ്ങളിലൊന്നും ഡിപ്പാർട്ട്മെന്റ് അടുക്കില്ല, കമ്മ്യൂണലായി പ്രശ്നമുണ്ടാകുന്നുള്ളത് കൊണ്ട്. ഞാനിതൊക്കെ തുറന്നു പറയുന്നത് ഈ സൊസൈറ്റിയുടെ അബദ്ധസഞ്ചാരത്തിന്റെ കാതൽ ദർഗയാകുന്നു. ദർഗ ഉള്ളത് കൊണ്ടാണ് മുസ്ലിം സമൂഹം നന്നാകാത്തത്. എവിടെ ദർഗ ആരാധിക്കപ്പെട്ടുവോ അവിടെ ആ സമുദായം കേടുവരും. ജൂതന്മാര് കേടുവന്ന അങ്ങനെ, ക്രിസ്ത്യാനികൾക്ക് സംഭവിച്ചത് അങ്ങനെ. എവിടെ മനുഷ്യരാരാധിക്കുന്നുവോ ആ സൊസൈറ്റി സാംസ്കാരികമായി ഉയരുകയില്ല. ഇത് നിങ്ങൾക്ക് പരിശോധിക്കാം. ഞാൻ മാത്രമല്ല, ദർഗയില്ലാത്ത മുജാഹിദ് മെജോറിറ്റി ഉള്ള പ്രദേശങ്ങളിൽ തിന്മ താരതമ്യേനെ വളരെ കുറവാണ്. പരിശോധിക്കാം നിങ്ങൾക്ക്. മുജാഹിദ് ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ തീവ്രവാദം, ഭീകരവാദം, ഇതുപോലെയുള്ള അനാശാസ്യ പ്രവണതകൾ, തോന്നിയാസങ്ങൾ ഏറ്റവും കുറവ്. ഇല്ലെന്ന് ഞാൻ പറയില്ല, അവരും മനുഷ്യരാ, അവരും അള്ളാഹുവിന്റെ അടിമകളാണ്, അവരുള്ള ഇല്ല എന്ന് ഞാൻ പറയില്ല. പക്ഷേ താരതമ്യേന മുസ്ലിം സമൂഹത്തിൽ